ഒന്നുമില്ല. പെട്ടെന്ന് നീ എവിടെയോ ദൂരെ. ബാക്കി ഞാൻ പറയാം. ഏതോ കുറച്ച് ആളുകൾ വന്നു, അമ്മയുടെ അടുത്തുനിന്ന് എന്നെ അവര് പിടിച്ചോണ്ട് പോകുന്നു. അമ്മ നിലവിളിക്കുന്നു, ഞാനും നിലവിളിക്കുന്നു. ഇതല്ലേ തങ്കം കണ്ടത്? ഇത് എത്ര കാലായി അമ്മയെ കാണാൻ തുടങ്ങിയിട്ട്? അമ്മയ്ക്ക് ബോറൊന്നും അടിക്കുന്നില്ലേ? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതാരാ എന്നെ പിടിച്ചോണ്ട് പോവാൻ വരുന്നേ? അതെ, അമ്മ ഇനി സ്വപ്നം കാണുമ്പോ ഒരു കാര്യം ചെയ്യണം. ഈ വരുന്നവരുടെ മുഖമൊക്കെ ഒന്ന് പ്രത്യേകം ഓർത്തു വെക്കണം. എന്നിട്ട് എന്നോട് പറഞ്ഞാ മതി. നമുക്ക് നേരെ അവരുടെ മുന്നിലേക്ക് ചെല്ലാലോ. എന്നിട്ട് ചോദിക്കാം, താൻ എന്തിനാണോ എന്നെ പിടിച്ചോണ്ട് പോവാൻ വരുന്നേ? തനിക്കേ എന്നെ കൊണ്ട് എന്താ ആവശ്യന്ന് ഞാൻ ചോദിക്കാന്നേ. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ നീ? മനുഷ്യ പേടിച്ചിരിക്കുമ്പോഴാ അവളുടെ ഒരു തമാശ. ഇങ്ങനെ ശൂന്യതയിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് പേടിക്കുന്നതിനെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ, വേണമെങ്കിൽ ഒരു പൂജാരിയെ പോയി കാണാം. അയാൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ചെയ്യാം. പക്ഷെ ഇതെല്ലാം ചെയ്ത് ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ശ്രീമതി തങ്ക ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. സിനി, മാം, എന്തു പറ്റി മാം? ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നോ? എന്താ മാം? കുറെ ദിവസങ്ങളായി എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നത്തിന് ഞാനൊരു പരിഹാരം കണ്ടുപിടിച്ചു. ഗാഥമോളെ രക്ഷിക്കാൻ വേണ്ടി നവീനെ കീർത്തിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഞാനൊരു ശ്രമം നടത്തിയില്ലേ? പക്ഷേ എന്റെ ആ ശ്രമം ഗാഥമോള് തിരിച്ചറിഞ്ഞു. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് വേറൊന്നാ. നവീൻ വിവാഹം കഴിക്കുന്നത് ഗാഥയുടെ അതേ രൂപമുള്ള കൃഷ്ണയാണെങ്കിലോ? മാം എന്താ ഈ പറയുന്നേ? കൃഷ്ണയുടെ ജന്മവും ഗാഥയുടെ രൂപവും ശ്രീനിവാസും ശാന്തിയും എന്നോട് ചെയ്ത ചതിയുടെ കൂലിയ. ഒരുപക്ഷെ അതിന് പകരം വീട്ടാനായിട്ട് എനിക്ക് കിട്ടിയ അവസരമായിരിക്കും ഇത്. ആ കുട്ടിയില്ലേ കൃഷ്ണ, നിങ്ങളുടെ കൂടെ നിന്നിരുന്ന, അവളുടെ അച്ഛനാരാ? അയാള് ജീവിച്ചിരിപ്പുണ്ടോ? എനിക്കറിയില്ല മാഡം. അവര് അമ്മയും മോളും മാത്രമേ ഉള്ളൂ. അച്ഛനെ കുറിച്ച് ആ കുട്ടി ഒന്നും പറയാറില്ലേ? ഇല്ല മാഡം. അവളെപ്പോഴും പറയാറുള്ളത് അവളുടെ അമ്മയുടെ അസുഖത്തിന്റെ കാര്യ. അവരുടെ ഓപ്പറേഷനുള്ള പണം അന്വേഷിച്ച ആ പാവം നടക്കുന്നത്. അവരെ ആരും സഹായിക്കാൻ പോലുമില്ല. എന്തുപറ്റി? നിന്നെ പണിയെന്ന് പറഞ്ഞു വിട്ടാ? അതല്ല, കൃഷ്ണമോളുടെ കാര്യം. മാഡം ഇപ്പൊ എന്നെ വിളിപ്പിച്ചിരുന്നു. കൃഷ്ണയുടെ അമ്മയുടെ ഓപ്പറേഷനുള്ള പണം മാഡം തരാന്ന് പറഞ്ഞു. ആണോ? എന്റെ ഭഗവാനെ, സത്യമാണോടി? എത്രയും പെട്ടെന്ന് കൃഷ്ണമോളെ വിവരം അറിയിച്ചിട്ട് അവളോട് വരാൻ പറഞ്ഞിരിക്ക. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. കേൾക്കുമ്പം കൃഷ്ണമോൾക്കും തങ്കത്തിനും സന്തോഷാവും. മണ്ടത്തിലൊന്നും കാണിക്കല്ലേ. മാഡം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണ മാത്രം ഇത് അറിയാൻ പാടുള്ളൂ, അവളുടെ അമ്മയോട് പറയാൻ പാടില്ലെന്ന്. അങ്ങനെ പറഞ്ഞു? പറഞ്ഞു. കാര്യങ്ങൾ ഓരോന്നായിട്ട് തെളിഞ്ഞു വരികയാണല്ലോ സുനന്ദൻ. ഇനി ഇവരിൽ ആരാണ് രണ്ട് മക്കളെ പ്രസവിച്ചു എന്ന് മാത്രം അറിഞ്ഞാ മതി. ആ കണ്ടുപിടുത്തമൊക്കെ നമുക്ക് പിന്നെ നടത്താം. ഗോപാലേട്ടൻ പെട്ടെന്ന് കൃഷ്ണയെ വിളിക്കാൻ നോക്ക്. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാടി. ഓ, ആ പെങ്കൊച്ചിന്റെ അലച്ചിന് ഒരു പരിഹാരമായല്ലോ. ഓക്കെ ഓക്കെ. എന്റെ ഈശ്വരാ. ആ, ചിലപ്പോ ഇന്ന് തന്നെ നമുക്ക് പോകാൻ പറ്റും. എന്താ മോളുടെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? എല്ലാം അറിയുന്ന മമ്മി തന്നെയാണോ ചോദിക്കുന്നത്?
മുമ്പൊക്കെ മമ്മി എന്നോട് പറയാറില്ലേ ഒരു ചിന്തയില്ലാതെ ഇങ്ങനെ നടക്കുന്നുവെന്ന്. ഇപ്പൊ ഏത് സമയവും ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. എന്താ മമ്മി എനിക്കിങ്ങനെ സംഭവിച്ചേ? എന്റെ സന്തോഷമൊക്കെ പെട്ടെന്നങ്ങ് ഇല്ലാണ്ടായി. ആര് പറഞ്ഞു സന്തോഷമൊക്കെ ഇല്ലണ്ടായെന്ന്? മമ്മി മോളുടെ അടുത്തുള്ളപ്പോഴാണോ സന്തോഷമൊക്കെ ഇല്ലാണ്ടാവുന്നേ? നോക്ക്, ഡിസ്ചാർജ് ആയി വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരു വലിയ സർപ്രൈസ് ഉണ്ട് അവിടെ. ഞെട്ടാൻ തയ്യാറായിക്കോ. എന്ത് സർപ്രൈസ്? മമ്മി മോളെ അനുസരിക്കുന്നു. മോളുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തിത്തരും. മമ്മി ആർക്കും ദോഷമില്ലാത്തൊരു പരിഹാരം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് മമ്മി വിശദമായിട്ട് പറഞ്ഞുതരാം. അതെ, ഈ ടെൻഷനൊക്കെ മാറ്റിയിട്ടൊന്ന് ചിരിക്കുവോ?